ഓം നമസ്തേ. ഓം ശം ശനീശ്വരായ നമ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഈശ്വരൻ, ദൈവം, ദേവത. എല്ലാവരും ധരിച്ചിരിക്കുന്നത് ഇത് മൂന്നും ഒന്നാണെന്നാണ്. പക്ഷേ ഈ മൂന്ന് ഘടകങ്ങളാണ്. ഈശ്വരൻ വേറെ, ദൈവം വേറെ, ദേവത വേറെ. പിന്നൊരു ഘടകമുണ്ട് ഭഗവാൻ എന്നുള്ളത്. ആദ്യം നമ്മൾ നോക്കുന്നത് ഈശ്വരൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇപ്പം നമ്മുടെ ഈശ്വരൻ എന്നുള്ളൊരു വാക്ക് സത്യം പറഞ്ഞാൽ അത് നമ്മുടെ സനാതനധർമ്മത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റ് സെമിറ്റിക് മതങ്ങളിലൊന്നും ഗോഡ് മാത്രമേ ഉള്ളൂ. ഗോഡ് എന്നുവെച്ചാൽ ദൈവം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ സനാതനധർമ്മത്തിലാണ് ഈശ്വരൻ എന്നുള്ളൊരു ഒരു പടി, ഒരു സ്റ്റെപ്പ് മേലോട്ടുള്ളത്. ഈശ്വരൻ എന്ന് വെച്ചാൽ നിയന്ത്രിക്കുന്നവൻ, ഭരിക്കുന്നവൻ എന്നാണ്. സർവചരാചരങ്ങളെയും ഭരിക്കുന്ന, എന്നുവെച്ചാൽ ശരീരമില്ലാത്ത, നിർഗുണനായിട്ടുള്ള ആ പരബ്രഹ്മ സ്വരൂപത്തിനെയാണ്, ഗുണാതീതനായ ആ സ്വരൂപത്തിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. എന്നാൽ ദൈവം എന്നാൽ ഭാഗ്യം, വിധി എന്നിവയെ സംബന്ധിച്ച ദിവ് എന്ന, അല്ലെങ്കിൽ പ്രകാശിക്കുന്ന എന്ന ധാതുവിൽ നിന്നാണ് ദൈവം എന്ന വാക്കുണ്ടായിരിക്കുന്നത്. ഇതെല്ലാം നമ്മളുടെ വിധികൾ, നമ്മുടെ ഭാഗ്യം, ഇതിൻ്റെ ആകത്തുകയാണ് ദൈവം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ദേവത. ദേവത എന്ന് പറയുമ്പോൾ അത് 3 തരത്തിലുണ്ട്. ദേവത ഒന്ന് ഇഷ്ടദേവത, പരദേവത, ഗ്രാമദേവത. ഇങ്ങനെ 3 തരത്തിലാണ് ദേവതകളുള്ളത്. നമ്മളുടെ എന്തേലും ഒരു ആഗ്രഹ സാധ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യസാധ്യത്തിനോ ഒരു പ്രത്യേക ഗുണത്തിന് വേണ്ടിയോ നമ്മൾ ആരാധിക്കുന്ന മൂർത്തികളെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ കണ്ടൻറ്റുകൾ എന്നാണ് പറയുന്നത്. പല 30 കോടി ദേവതകളെ കൊണ്ടാണ് നമ്മുടെ ശരീരം തന്നെ ഉണ്ടായിരിക്കുന്നത്. അന്നേരം അഗ്നി, വായു, ജലം, ഇങ്ങനെ ഇതെല്ലാം ദേവതകളാണ്. അന്നേരം ഈ ദേവതകൾ നമ്മുടെ ശരീരത്തിൽ, ഇപ്പം ചിലർ പറയും നിനക്ക് ഇന്ന ദോഷമാണ്, ശനിയുടെ ദോഷമുണ്ട്, അല്ലെങ്കിൽ രാഹുവിൻ്റെ, അല്ലെങ്കിൽ ഇന്ന ദേവതകളുടെ ദോഷമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആ ദേവതകളെ പൂജിച്ച് ആരാധിച്ച് ആ ദേവതകളുടെ സാന്നിധ്യം നമ്മളിൽ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ആണ് നമുക്ക് നമ്മുടെ അഗ്നി, വായു, ഇതിൻ്റെയൊക്കെ ഏറ്റക്കുറിച്ചിലുകൾ മൂലം നമ്മുടെ ശരീരത്തിനും പല രോഗ ദുരിതാദികൾ ഉണ്ടാകുന്നത്. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഈശ്വരൻ നമ്മുടെ കർമ്മങ്ങളെ, നമ്മൾ എന്ത് കർമ്മം ചെയ്താലും ഈശ്വരൻ അതിനകത്ത് ഇടപെടില്ല. പക്ഷേ ഫലം ഈശ്വരനിലാണ്. ആ ഫലം നിശ്ചയിക്കുന്നത് ദേവതകൾ. ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ ഈശ്വരനെ ഒരു ഗവൺമെൻറ്റിനെ പോലെ നമുക്ക് കണക്കാക്കാം. ഒരു ഗവൺമെൻറ്റാണ് ഈശ്വരൻ എന്നുണ്ടെങ്കിൽ അതിനകത്തിലെ വിവിധ വകുപ്പുകളാണ് ദേവതകൾ. അന്നേരം ആ ഗവൺമെൻറ്റിൻ്റെ ഭരണ സംവിധാനത്തിനെയാണ് ദൈവം എന്ന് പറയുന്നത്. മറ്റൊരു ഘടകം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വാക്കാണ് ഭഗവാൻ എന്നുള്ളത്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനുഷ്യനും ഭഗവാനായി തീരാം. ആരിലാണോ ഐശ്വര്യം, ധർമ്മം, കീർത്തി, അല്ലെങ്കിൽ യശസ്, ശ്രീ, വൈരാഗ്യം, ജ്ഞാനം എന്നീ ഗുണങ്ങളുള്ളത്, ആ ആളിനെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയാറുണ്ട്, ഭഗവാൻ ശ്രീരാമൻ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ ഭഗവാൻ സത്യസായി ബാബ, ദേവി അമൃതാനന്ദമയി ദേവി, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇപ്പം ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയാറുണ്ട്. ഇവരെല്ലാം മനുഷ്യരാണ്. അന്നേരം ഇവരിൽ ഐശ്വര്യം, ധർമ്മം, യശസ്, ശ്രീ, വൈരാഗ്യം, ജ്ഞാനം എന്നിവ അവരിൽ ഉണ്ടെന്ന് തോന്നുന്ന, വിശ്വസിക്കുന്ന ജനങ്ങൾ അവരെ ഭഗവാൻ എന്ന് വിളിക്കുന്നു. അന്നേരം ഈശ്വരൻ, ദൈവം, ദേവത, ഇതെല്ലാം ഭഗവാൻ, ഇതെല്ലാം
വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളാണ്. ചിലവരിതെല്ലാം ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിവരിച്ചത്. അന്നേരം നമ്മൾ നമ്മൾ തന്നെയാണ് നമ്മുടെ ദൈവത്തിനെ സൃഷ്ടിക്കുന്നത്. നമ്മൾ ഓരോ സമയത്തും ചെയ്യുന്ന നന്മ തിന്മയ്ക്കനുസരിച്ച് നമ്മളുടെ ദൈവം രൂപപ്പെടുന്നു. നമ്മൾ ചിലവർ പറയാറുണ്ട്, ദൈവമേ ഞാൻ എന്താണ് ഇത്രയും കഷ്ടതകൾ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും രോഗദുരിതങ്ങൾ എനിക്ക് എന്താണെന്ന് നമ്മൾ ദൈവത്തിനോട് ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ 1 മണിക്കൂറിന് മുമ്പുള്ള കാര്യങ്ങൾ പോലും നമ്മൾക്കറിവില്ല. പക്ഷേ ഈശ്വരൻ ത്രികാലജ്ഞാനിയാണ്. ഈശ്വരന് നമ്മുടെ ഈ ജന്മത്തെയും മുജ്ജന്മത്തെയും ഇനിയും വരാൻ പോകുന്ന ജന്മത്തെയും ഈശ്വരൻ അറിയാം. നമുക്ക് 1 മണിക്കൂറിന് മുമ്പുള്ള കാര്യങ്ങൾ പോലും ഒരു പക്ഷേ നമ്മൾ മറന്നു പോയേക്കാം. പക്ഷേ ഈശ്വരൻ അങ്ങനെ മറക്കില്ല. അന്നേരം നമ്മുടെ ഈ ജന്മത്തിൻ്റെ മുജ്ജന്മത്തിൻ്റെ കർമ്മത്തിൻ്റെ ഫലമായിട്ടുള്ള നമ്മളിൽ രൂപപ്പെട്ട ആ ദൈവം തന്നെയാണ് നമ്മളിൽ ആ സമയത്ത് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ കരുതുക. അതുകൊണ്ട് കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ള സത്കർമ്മങ്ങൾ ചെയ്ത് നമ്മളിലുള്ള നല്ല ദൈവത്തെ നമ്മൾ തന്നെ അനുദിനം ഉണ്ടാക്കി ഭാവിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ജീവിതം അനുഭവിക്കുന്ന ഈ സമയത്തായാലും നാളെ ആയാലും സന്തോഷവും സമാധാനവും എല്ലാം ഐശ്വര്യവും കീർത്തിയും എല്ലാം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തിയും അതനുസരിച്ച് നല്ലതായിരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം നമസ്തേ. ഓം ശം ശനീശ്വരായ നമഃ.